Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ആ ചാപ്റ്റർ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, അതിൽ നമ്മള് രജിസ്ട്രേഷൻ ഫോം പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് ഫോം സിയുടെ ആദ്യത്തെ ഭാഗം പറഞ്ഞില്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞില്ലേ? ഓക്കെ, ഫോം സി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള ഫോമാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ള ഫോമാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോറിനേഴ്സിന് വേണ്ടി അല്ലെ? ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവിടെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ഫോറിനേഴ്സ് അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഫോം സി എപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോമാണ്. അപ്പൊ ഫോറിനേഴ്സ് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ താമസിച്ചുകൊണ്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ എടുക്കാം, അല്ലെങ്കിലോ അവര് പുറത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തുകൊണ്ടായിരിക്കും ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരിക. അപ്പൊ അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അവിടെ നിർബന്ധമായിട്ടും ആ ഹോസ്പിറ്റലുകാരുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് ഈ സി ഫോം സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആർക്കാണ് ഈ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്? ആർക്കാണ് ചെയ്യേണ്ടത്? സി ഫോം ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടേ? ഓണർ ഓഫ് പ്രിമൈസസ് അല്ല. ആരാണ്? ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആർക്കാണ് സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്? FRROക്കാണ് അല്ലെ? വെരി ഗുഡ്. FRRO ഡൽഹിക്കാണ് സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ല? അപ്പൊ ആ ഒരു FRROയുടെ എക്സ്പാൻഡഡ് ഫോം അടിച്ചു വെക്കുക. അവർക്കാണ് ഈ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏത് സ്ഥാപനമാണെങ്കിലും ഇവർക്കാണത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടി ഓൺലൈനായിട്ടുണ്ട് നമുക്കത് ആപ്ലിക്കേഷൻ ഒക്കെ അവൈലബിൾ ആക്കി കിട്ടും. അപ്പൊ ഇവർ ഈ ഹോസ്പിറ്റലുകാർ മാത്രമല്ല, മറിച്ച് എങ്ങനെയാണ് ഏതൊരു ഫോറിനായിട്ട് വരുന്ന ആളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഇപ്പൊ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും മറ്റു സ്ഥാപനങ്ങളോ ആയിക്കോട്ടെ, അവരും ഇത് ബാധ്യസ്ഥരാണ്. അപ്പൊ അവിടെ ഇതുപോലെയുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അവർ ഈ സി ഫോംസ് കൃത്യമായി ഫിൽ ചെയ്ത് അയക്കണം. അത് ഇത്ര സമയമുണ്ട്, ഒന്നില്ലെങ്കിൽ 14 ദിവസം, അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻകാരാണെങ്കിൽ അവർ 24 മണിക്കൂർ മാത്രം പറയുന്നത്. അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ സി ഫോം സബ്മിറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാവാം? എന്തിനു വേണ്ടിയാവാം? ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വന്നാല് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവോ? സേഫ്റ്റിക്ക് വേണ്ടി അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ആ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നിലനിർത്തണം. അപ്പൊ ഇങ്ങനെ ഒരു ഫോറിനറെ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്, അവര് കൃത്യമായിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ കൃത്യമായ അവർ ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതിന് ബന്ധപ്പെട്ട അധികാരികളെ സഹായിക്കുന്നതാണ് ഈ സി ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ സി ഫോം സബ്മിറ്റ് ചെയ്യുന്നത് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് when should a host submit a C form? ഇനി എപ്പോഴാണ് ഈ ഒരു സി ഫോം ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്ന ഇപ്പൊ ഒരു ഹോട്ടലിന്റെ ഉടമയാണെങ്കിൽ ആ ഹോട്ടൽ ഉടമ എപ്പോഴാണ് ആ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്? എപ്പോഴാണ്? Any person hosting a foreign guest for monetary consideration in India, even for a few hours, should submit C form. എന്ന് വെച്ചാൽ എന്താ? അതായത് ഇവിടെ ഹോസ്റ്റ് ചെയ്യുക എന്ന് എന്താ? നമ്മുടെ മറ്റൊരു വ്യക്തിക്ക് ആതിഥേയത്വം വഹിക്കുക അല്ലെ? ഇപ്പൊ ഫോറിൻ ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദേശ അതിഥിയെ ആതിഥേയത്വം വഹിക്കുന്ന ഏതൊരു വ്യക്തിയും അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫോറിൻ ഗസ്റ്റുകളെയൊക്കെ താമസിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആണെങ്കിലും ഒക്കെ ഫോറിൻ ഗസ്റ്റുകളെ നമ്മുടെ ഒരു ഹോട്ടലുകളിലോ കാര്യങ്ങളിലോ ഒക്കെ താമസിപ്പിക്കാറുണ്ട് അല്ലെ? എക്കണോമി നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി തന്നെയാണ് അല്ലെ?
ആണോ? അല്ലെ? എന്തോരം ഗസ്റ്റ് ഹൗസുകളാണ് അല്ലെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫോറിനേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മോണിറ്ററി കൺസിഡറേഷൻ ഉണ്ട്, പണപരമായിട്ടുള്ള ഒരു പരിഗണനയുണ്ട് അല്ലെ. നമുക്ക് പണത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഓരോരുത്തരും ഇങ്ങനെയുള്ള ഗസ്റ്റുകൾക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കാര്യങ്ങള് ആരാണോ ചെയ്തു കൊടുക്കുന്നത് അവർക്ക്, അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഇന്ത്യയില് ഈ ഒരു അവര് വന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സി ഫോം സബ്മിറ്റ് ചെയ്യണമെന്നത് നിർബന്ധമാണ്. ആൻഡ് ദ സബ്മിഷൻ ഓഫ് സി ഫോംസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗസ്റ്റ് രജിസ്റ്റേഴ്സ് from the Foreigners Act 1946 and registration of Foreigners Rules 1992. ഇനി എന്താ പറയുന്നത്? ഈ സി ഫോംസ്, അതായത് കൃത്യമായിട്ട് ഈ പറയുന്ന ഓരോ സ്ഥാപനവും സി ഫോംസ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം, എന്താണ് സമർപ്പിക്കണം. അതോടൊപ്പം വരുന്ന ഗസ്റ്റുകളുടെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക. കണ്ടിട്ടില്ലേ? നമ്മുടെ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയൊക്കെ അവർ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? നമ്മുടെ ID കാർഡുകളൊക്കെ കൊടുത്താണ് അവരത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആരാണോ ചെന്നിരിക്കുന്നത് അവരുടെ നെയിം, അഡ്രസ്, ID പ്രൂഫ് മുതലായ കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതെ, ഫില്ല് ചെയ്ത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് നിർബന്ധമാണ്. അതിപ്പോ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ഗസ്റ്റ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ ഈ സി ഫോംസ് സമർപ്പിക്കുകയും വേണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫ്രം ദ ഫോറിനേഴ്സ് ആക്ട് 1946 ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ് 1992. രണ്ട് നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇനി എന്താണ് ഒരു ഫോറിനേഴ്സ് ആക്ട് 1946 എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം അതിൽ പറയുക? ഫോറിനേഴ്സ് ആക്ട് 1946 എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ. രണ്ടാക്ട് ഏതാന്ന് മാത്രം നോക്കിയാൽ മതി. എന്തായിരിക്കാം അതില്? ഫോറിനേഴ്സ് ആക്ട് 1946 എന്ന് പറയുമ്പോ എന്തായിരിക്കാം? ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ലോ ആണ്, നിയമമാണ് അല്ലെ. എന്തിനു വേണ്ടിയുള്ള നിയമമാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്, അതെ, സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ ഒരു ഗ്രാന്റ് നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു അനുമതി നൽകുകയാണ്. എന്തിനുള്ള അനുമതിയാണ്? ഒരു പവർ നൽകുന്നു. എന്തിനുള്ള പവർ ആയിരിക്കും ഈ ഒരു നിയമം വഴി നൽകുന്നത്? എന്തിനുള്ള പവർ ആയിരിക്കും? ഒരു ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് അല്ലെ, നമ്മുടെ കൺട്രിയിലേക്ക് എൻട്രി ചെയ്യുന്നത്, അവരുടെ പ്രസൻസ്, അതുപോലെ അവരവിടെ നിന്ന് ഡിപ്പാച്ചർ ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അത് തടയണം അല്ലെ, പ്രോഹിബിറ്റ് ചെയ്യണം. അതുപോലെ അവരുടെ കടന്നുവരവ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെയുള്ള ഒരു അനുമതി അല്ലെങ്കിൽ ഒരു പവർ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ നിയമമാണ് ഫോറിനേഴ്സ് ആക്ട് 1946 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആക്ടിന്റെ പ്രാബല്യത്തിൽ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ചുമതലകളുണ്ട് അല്ലെ. ഈ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ വരുന്ന ഓരോ ഫോറിനേഴ്സിനെ കുറിച്ചുമുള്ള ഗസ്റ്റ് രജിസ്റ്ററുകൾ തയ്യാറാക്കുന്നതിൽ എപ്പോഴും അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും ഓരോ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഈ രജിസ്റ്ററുകളിലൂടെയാണ് നമ്മൾ അതിനെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങൾ ഫിലിംസിലൊക്കെ പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടാവുമ്പോ അത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം? നോക്കാനും ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു രേഖയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് സൂക്ഷിക്കണം. അതുപോലെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ് 1992 എന്തായിരിക്കാം പറയാ? എന്തായിരിക്കാം പറയുന്നത്? 1992 രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂള് അതിൽ എവിടെ രജിസ്റ്റർ ചെയ്യണം എന്നായിരിക്കും പറയുന്നത്? എവിടെ രജിസ്റ്റർ ചെയ്യണം എന്നായിരിക്കും പറയാ? അതെ, FRROയിൽ അല്ലെ. FRRO ഡൽഹിയില് ആ ഒരു സ്ഥാപനത്തിലേക്ക് ഫോറിനേഴ്സ് റീജിയണൽ ഓഫീസ് അല്ലെ, റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് നിർബന്ധമായിട്ടും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഓരോ ഫോറിൻ വിസിറ്റേഴ്സിന്റെയും കൃത്യമായ കാര്യങ്ങൾ വെച്ച്, ഇൻഫർമേഷൻസ് വെച്ച് FRROയില് കുറച്ച് മണിക്കൂറുകൾ, പാകിസ്ഥാൻകാരാണെങ്കിൽ 24 hours തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതല്ലാത്തവരാണെങ്കിൽ 14 ദിവസം ഒക്കെ അത്രയും ഒരു ടൈം പീരീഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നിയമത്തിനനുസരിച്ച് കൃത്യമായിട്ട് FRROയില് രജിസ്റ്റർ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് നിയമങ്ങളും ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവയിൽ നിന്നാണ് ഈ പറയുന്ന കൃത്യമായ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് അവർ പാലിക്കണമെന്നും
അതുപോലെ സി ഫോംസ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ആ രണ്ട് നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ആ ലോ എന്നൊന്നും ചോദിക്കില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനു വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടോ. രണ്ട് നിയമങ്ങൾ ഇന്നതാണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കണ്ട. Then these requirements extend across India and apply to all persons who accommodate foreign guests for monetary consideration, including hotel, guest houses, lodging houses, and etc. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത് കുറച്ച് സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെ. ഇന്ത്യയിൽ ഉടനീളം ഈ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആവശ്യകതകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതില് എല്ലാ വ്യക്തികളും, അതായത് ഈ പറയുന്ന ഫോറിൻ ഗസ്റ്റുകൾ വരുമ്പോ നമ്മുടെ പണത്തിന് വേണ്ടി ആ പരിഗണനയോടുകൂടി നമ്മൾ പല സ്ഥാപനങ്ങളും ഈ ഫോറിൻ ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഓരോ സ്ഥലത്തും താമസിപ്പിക്കാറുണ്ട് ഇല്ലേ. ഹോട്ടൽസിൽ താമസിപ്പിക്കാറുണ്ട് ഇല്ലേ. ഗസ്റ്റ് ഹൗസുകളിൽ താമസിപ്പിക്കാറുണ്ട് ഉണ്ടല്ലോ. ലോഡ്ജിങ് ഹൗസുകളുണ്ട്, ലോഡ്ജുകളുണ്ട്, മുതലായിട്ടുള്ള അങ്ങനെ പല സ്ഥാപനങ്ങളും ഇവരെ എന്ത് ചെയ്യാറുണ്ട്, അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് അതെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഓണേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ നിയമങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കണം. അതിനനുസരിച്ച് അവർ പണപരമായിട്ടുള്ള പരിഗണനയ്ക്ക് വേണ്ടി ആയിരിക്കും അല്ലെ. ഫോറിനേഴ്സ് ഗസ്റ്റുകളെ താമസിപ്പിക്കുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തികളെ താമസിപ്പിക്കുന്നതിൽ നിന്നും കുറച്ചും കൂടി പണമൊക്കെ അവര് എക്സ്ട്രാ വാങ്ങിക്കാറുണ്ട് അല്ലെ. സ്വാഭാവികമാണ്. അവരുടെ കൺസിഡറേഷൻ അതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു പണത്തിന്റെ ഇതുകൊണ്ടാണ് അവർ താമസിപ്പിക്കുന്നത്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ പോലും ഈ പറയുന്ന എല്ലാ വ്യക്തികളും, അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇന്ത്യയിലുടനീളം ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഗസ്റ്റ് രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ കൃത്യമായ സമയപരിധിക്കുള്ളിൽ സി ഫോംസ് സമർപ്പിക്കുകയും വേണം. Then the C-form mechanism help the authorities locate and track foreigners in India to enhance safety and security. ഒന്നണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് എന്തിനു വേണ്ടിയാണ് ഈ C-form mechanism സഹായിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഫോറിനേഴ്സ്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന വിദേശികള്, അപ്പൊ ഫോറിനേഴ്സിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും അവരെ കൃത്യമായിട്ട് അവർ ഇവിടെ കൂടിയാണ് യാത്ര ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അവർ താമസിക്കുന്നത് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുക. അപ്പൊ അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് C-form mechanism എന്ന് പറയുന്നത്. Then failure to comply with reporting requirements could result in fines and imprisonment of up to 5 years. ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ചെയ്യാതെ വന്നാൽ ഈ പറയുന്ന സി ഫോംസ് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗസ്റ്റ് രജിസ്റ്റേഴ്സ് സൂക്ഷിക്കുക മുതലായ കാര്യങ്ങള് കൃത്യമായി പറയുന്ന റിപ്പോർട്ട് ചെയ്ത ആവശ്യകതകള് കൃത്യമായിട്ട് പാലിക്കുന്നതിൽ ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ പരാജയപ്പെട്ടാൽ എന്തു പറ്റും? എന്താണ് അതിന്റെ അവസാനം റിസൾട്ട് ഉണ്ടാവുക? ഒരു ഹോട്ടലില് ഒരു ഫോറിൻ ഗസ്റ്റിനെ താമസിപ്പിച്ചു, അവര് രജിസ്റ്റേഴ്സ് സൂക്ഷിച്ചില്ല അല്ലെങ്കിൽ അവർ സി ഫോംസോ കാര്യങ്ങളോ സബ്മിറ്റ് ചെയ്തില്ല. അപ്പൊ അതുവഴി ചിലപ്പോ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്? ആ വ്യക്തിയാണ് അത് അനുഭവിക്കേണ്ടത് അല്ലെ. ആരാണോ അവരെ അക്കോമഡേറ്റ് ചെയ്തത് അവർക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? പിഴയോ അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടവ് അല്ലെ. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയും അവർക്ക് ലഭിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും പാലിച്ചില്ല എങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്കായിരിക്കും, ആരാണ് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത് അവർക്കാണ് തടവും ശിക്ഷയും പിഴയൊക്കെ ഈടാക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? പിന്നെ നോക്കി, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ സി ഫോം? ഇനി ഇവൻ നമുക്ക് എങ്ങനെ ഒരു സി ഫോം ലഭ്യമാക്കാൻ പറ്റും? അതിനു വേണ്ടി നമ്മുടെ അഡ്രസ് പ്രൂഫ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ കയറി കൃത്യമായിട്ട് അത് ഫിൽ ചെയ്ത് അയക്കാവുന്നതാണ്. ഈ ഒരു അഡ്രസ്സിലൂടെ കയറിയാൽ നമുക്ക് എന്ത് കിട്ടും? സി ഫോംസ് കിട്ടും. അപ്പൊ ഏതൊരു സ്ഥാപനത്തിനും ഈ ഒരു വെബ്സൈറ്റിലൂടെ സി ഫോംസ് ലഭ്യമാക്കാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. When should they first submit a C form എന്ന് പറയുന്ന ഭാഗം?
വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അത് പറയണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫോമിലേക്ക് പോവാണ്. മെഡിക്കൽ കൺസേൺ ഫോം കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ചിലരൊക്കെ നമ്മൾ ഇത് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടായിട്ടുണ്ടാവും അല്ലെ? മെഡിക്കൽ കൺസേൺ ഫോം സമ്മതപത്രം കൊടുക്കുക എന്ന് പറയും അല്ലെ? നമ്മള് okay, the main purpose of the informed consent process is to protect the patient. അല്ലെ? ഇപ്പൊ ഇതൊരു ഇൻഫോംഡ് കൺസേൺ ആണ്. നമ്മളോട് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് തന്നിട്ടാണ് നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങുന്നത് അല്ലെ? അല്ലാതെ നമ്മൾ സമ്മതം വാങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മളോട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്ന് അങ്ങനെ ഒരു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്ന് നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ശരിക്കും പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഈ പേഷ്യൻസിന്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ തന്നെയാണ് അവിടെയും ഉദ്ദേശം അല്ലെ? പേഷ്യൻസിനോട് പറയാതെ അല്ല നമ്മൾ അവരിൽ നിന്ന് സമ്മതം വാങ്ങാതെ അല്ല നമ്മൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യുന്നത്. മറിച്ച് എങ്ങനെയാ? അവരോട് ആ ഓരോ ട്രീറ്റ്മെന്റിന്റെയും രണ്ട് വശങ്ങളും പറഞ്ഞു കൊടുക്കണം അല്ലെ? പോസിറ്റീവായ വശവും നെഗറ്റീവ് വശവും രണ്ടും പറഞ്ഞു കൊടുത്ത് അവർക്ക് സമ്മതമാണെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങനെയുള്ള കൺസേൺ ഫോംസ് സൈൻ ചെയ്ത് വാങ്ങിച്ചു. ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ആയിട്ടുള്ള ആരാണോ, ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ പാരന്റ്സ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരാണോ അവരിൽ നിന്നുള്ള സമ്മതമായിരിക്കാം നമ്മൾ വാങ്ങുന്നത് അല്ലെ? രണ്ട് രീതിയിലും, അതായത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വശവും സൈഡ് എഫക്ട്സ് കുറെ ഉണ്ടാവും അല്ലെ? ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവര് വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള റൈറ്റ്സ് ആ ഹോസ്പിറ്റലിലുള്ളൂ. Then next നോക്കിയേ, a consent form is a legal document. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. A consent form is a legal document that ensures an ongoing communication process between you and your health care provider. ഈ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൺസേൺ ഫോം അല്ലെങ്കിൽ സമ്മതപത്രം എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു നിയമപരമായ രേഖയാണ് അല്ലെ? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ലീഗൽ ഡോക്യുമെന്റ് ആക്കി അത് വെക്കുന്നത്? എന്തിനു വേണ്ടി ആയിരിക്കാം ലീഗൽ ഡോക്യുമെന്റ് ആക്കി അല്ലെങ്കിൽ നിയമപരമായ ഒരു രേഖയാക്കി അത് വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്നാലോചിച്ച് നോക്കി, എന്തിനു വേണ്ടിയാവാം? അതെ, പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലുകാര് അതിൽ ബാധ്യസ്ഥരായിരിക്കില്ല അല്ലെ? അങ്ങനെയല്ലേ അവർ സൈൻ ചെയ്ത് വാങ്ങിക്കിട്ടേ അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലുകാര് ആ ഒരു ബാധ്യത ഏറ്റെടുക്കില്ല. മറിച്ച് ഇവരുടെ സമ്മതത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അവർക്കും ഒപ്പോസ് ചെയ്ത് പറയാനായിട്ടുള്ള ഒരു റൈറ്റ്സും അവിടെ ഉണ്ടാവില്ല. അപ്പൊ രണ്ട് കൂട്ടർക്കും ബാധ്യതയില്ലാത്ത രീതിയിലാണ് ഈ ഒരു കൺസേൺ ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലുകാർ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാല് അവർക്ക് ഇതൊരു നിയമപരമായ രേഖ ആയതുകൊണ്ട് തന്നെ ഇത് സമർപ്പിച്ച് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഉരുപ്പോരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു നിയമപരമായ രേഖ എന്തിനെയാണ് ഉറപ്പുവരുത്തുക? ensures an ongoing communication process between you and your health care provider. നമ്മളും നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ആശയവിനിമയം ഉറപ്പുവരുത്തുക എന്നതാണ് അല്ലെ? നമ്മളോട് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും രണ്ട് വശം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ വശങ്ങളും പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു ആശയവിനിമയം നമുക്കിവിടെ ഉറപ്പുവരുത്താൻ പറ്റും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ നടന്നാൽ മാത്രമല്ലേ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു നിയമപരമായ രേഖ ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പുവരുത്താൻ സാധിക്കും. ക്ലിയർ ആണോ? മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതൊരു ഇൻഫോംഡ് ആയിട്ടുള്ള കൺസേൺ ആണ്. നമ്മളോട് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടാണ് നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങുന്നത്. അവിടെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ് അവർ ഉറപ്പുവരുത്തുന്നത്. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിയമപരമായ രേഖയാണ്. ഇതിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും? നമ്മളും നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറും തമ്മിൽ നല്ലൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം തുടർന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിയമപരമായ രേഖയാണ് മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് മെഡിക്കൽ കൺസേൺ ഫോം എന്നുള്ളത്? ഓക്കെ, ഇനി ആ ഒരു ഫോമിലേക്ക് ഒന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ഫോം? ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിലുള്ള ഫോം ഒന്ന് നോക്കാം കേട്ടോ.
ഓക്കെ, മെഡിക്കൽ കൺസേൺ ഫോം ആണ്. ജസ്റ്റ് ഫോമിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. എക്സാമിന് ഈ ഫോമായിട്ട് അല്ലെങ്കിൽ ഫോമിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളതൊന്നും പ്രത്യേകമായിട്ട് അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല കേട്ടോ. നോക്കി, ഫോമിൽ എന്തൊക്കെയാണ്, ആരാണ്, വ്യക്തിയുടെ പേര് അല്ലെ, നമ്മളാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മളാണ് അവരുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളാണ്, ആരാണോ കൺസേൺ ഫോം ഒപ്പിടുന്നത് അവരാണ് ഫിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആരാണോ അല്ലെങ്കിൽ എന്നാണോ അവർ ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ആരുടെങ്കിലും ഗാർഡിയൻ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ അവരുടെ ജനിച്ച വർഷം അല്ലെങ്കിൽ ഇവിടെ ഇന്ന ആള് എന്താണ് സബ്മിറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ സമ്മതം കൊടുക്കുകയാണ് അല്ലെ. ഇന്ന മെഡിക്കൽ കെയറുകൾക്ക് നമുക്ക് സമ്മതമാണ്. താഴെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാവാം, ഏതൊക്കെ കെയർ ആവാം, ആ ഹോസ്പിറ്റലിന്റെ പേര് പറയാം, ഏത് സിറ്റിയിലുള്ളതാണെന്ന് പറയാം, ഏത് സ്റ്റേറ്റിലുള്ളതാണ്, അവർക്ക് നമ്മൾ സമ്മതം കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഏതൊക്കെയാണ്, എക്സ്റേ എക്സാമിനേഷന് വേണ്ടിയിട്ടാവാം ചിലപ്പോൾ സമ്മതം ചോദിക്കാം, അനസ്തെറ്റിക് വേണ്ടിയിട്ടായിരിക്കും, അനസ്തേഷ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, മെഡിക്കൽ സർജിക്കൽ ഡെന്റൽ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ് അങ്ങനെയും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആവാം, ഹോസ്പിറ്റൽ കെയറുകളാവും, മറ്റെന്താണോ അത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് ആ സമ്മതം ഇന്നതിനാണ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, അതുപോലെ പോളിസി നമ്പർ, ആ ഇൻഷുറൻസ് ഏത് രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് മുതലായ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് പറയുന്നത്, the undersigned shall be liable and agrees to pay all costs and expenses incurred in connection with such medical and dental services rendered. ഇനി ഇവിടെ നമ്മൾ പിന്നെ സൈൻ ചെയ്യാൻ പോകുന്ന, പിന്നെ നമ്മൾ ഉറപ്പുവരുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ താഴെ സൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ താഴെ ഒപ്പിടുന്ന ആ വ്യക്തികൾ ആരാണോ ആയിരിക്കും ഒപ്പിടുക, ആരാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്, താഴെ ഒപ്പിടുന്ന വ്യക്തി ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ പാരന്റ് ആവാം, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗാർഡിയനോ ആരാണോ അവര് ആ താഴെ സൈൻ ചെയ്യുന്നവരാണ് എന്തിന് ലയബിൾ ആയിട്ടുള്ളവര്, ബാധ്യസ്ഥരായിട്ടുള്ളവര്. എന്തിന് ബാധ്യസ്ഥരാണ്, agree to pay all costs and expenses incurred in connection with such medical and dental services rendered. ആ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന മെഡിക്കൽ ആൻഡ് ഡെന്റൽ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും കോസ്റ്റുകളും ആര് പേ ചെയ്യേണ്ടി വരുന്നതാണ് ഇവിടെ പറയുന്നത്. ആര് പേ ചെയ്യണം, ഈ പറയുന്ന താഴെ സൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒപ്പിട്ട വ്യക്തിയായിരിക്കണം അതിന് ബാധ്യസ്ഥരായിട്ടുള്ളത് കേട്ടോ. ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ പാരന്റ്സ് ആയിരിക്കും അതിന് ബാധ്യസ്ഥരായിട്ടുണ്ടാവുക. Then should it be necessary for the undersigned to return home, the undersigned shall assume all transportation cost. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണെന്ന് വിചാരിക്കാം. തിരിച്ചു പോകുന്നതിന് വേണ്ടി നമുക്ക് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് തുക ചിലവാകും അല്ലെ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കോസ്റ്റ് ഒക്കെ ആവും. അപ്പൊ അതും ആര് തന്നെ വഹിക്കണമെന്നാണ് പറയുന്നത്, ഈ താഴെ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കും അതിന് ബാധ്യസ്ഥരായിട്ടുള്ള ആള് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി അതിന് ഓതറൈസേഷൻ കൊടുക്കണം. അംഗീകാരം ഇസ് എഫക്റ്റീവ് ഫ്രം എന്ന് മുതൽ എന്ന് വരെയാണ് ഈ അംഗീകാരം നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അനുമതി നമ്മൾ കൊടുക്കുന്നത് എന്ന ഡേറ്റും ഇട്ടിട്ട് നമ്മുടെ പാരന്റ്, നെയിം ഓഫ് ദ പാരന്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ അവരുടെ പേര്, അവരുടെ സിഗ്നേച്ചർ, ഡേറ്റ് എന്നാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ്. അതുപോലെ ഈ സാധനം സൈൻ ചെയ്ത് കൊടുക്കുമ്പോ വിറ്റ്നസ് വേണം. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആരാണ് വിറ്റ്നസ്? വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അതെ, സാക്ഷികള് അല്ലെ. സാക്ഷികള് സൈൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു കൺസേൺ ഫോം ലീഗൽ ഡോക്യുമെന്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗൽ ആയിട്ട് ഇതിനൊരു സാക്ഷി വേണം. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അവരെയും കൂടി ഇരുത്തിയായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഞാൻ കണ്ടതാണ്, ഞാൻ ഒപ്പിട്ടപ്പോ ഞാൻ ഇവരുടെ ഓൾറെഡി പേരും അവരുടെ സിഗ്നേച്ചറും കൂടി ഉണ്ടല്ലോ, അപ്പൊ അവരെയും കൂടി എടുത്ത് അവർ നിയമപരമായ ഒരു രേഖയായതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ നെയിമും സൈനും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ മുൻപിൽ വെച്ചായിരിക്കും ഇവര് ആ ഹോസ്പിറ്റലുകാർക്ക് ഇത് സൈൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? മെഡിക്കൽ കൺസേൺ ഫോം ഇനി പറയണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് സമ്മറി.
കണ്ടു കാണുമല്ലോ അല്ലെ? ഡിസ്ചാർജ് സമ്മറി നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി തിരിച്ചു പോരുന്ന സമയത്ത് കിട്ടുന്നതാണ് അല്ലെ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൂ. നമുക്ക് കുറച്ച് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയിൽ എന്താ പറയുന്നത് നോക്കി. ഡിസ്ചാർജ് സമ്മറി is a handover document that explains to any other healthcare professional why the patient was admitted, what has happened to them in hospital, and all the information that they need to pick up the care of that patient quickly and effectively. എന്താ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു ഡിസ്ചാർജ് സമ്മറി? എന്ത് കാര്യത്തിൽ എന്ത് രോഗം മൂലമാണ് അവർ അവിടെ അഡ്മിറ്റ് ചെയ്തത് അല്ലെ? ഏത് ദിവസമാണ് അഡ്മിറ്റ് ചെയ്തത്? രോഗത്തിന്റെ രോഗനിർണയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്, അത് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, മെഡിസിൻസ് എന്തൊക്കെ കൊടുത്തു, ഇനി അവർ എന്നാണ് ഫോളോ അപ്പിന് വരേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, ശരിയാണ്. ഇതെല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ശരിക്കും ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ് അല്ലെ? ഇത് ആ ഹോസ്പിറ്റലിൽ വെക്കുന്ന ഡോക്യുമെന്റ് ആണോ? അല്ല അല്ലെ? ഹോസ്പിറ്റലിൽ വെക്കുന്ന ഡോക്യുമെന്റ് അല്ല, മറിച്ച് എങ്ങനെയാണ് നമുക്ക് കൈമാറ്റം ചെയ്ത് തരുന്ന ഒരു രേഖയാണ് അല്ലെ? അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ ആ പേഷ്യന്റിനെ കൈമാറി കൊടുക്കുന്ന അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു രേഖയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജ് സമ്മറിയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താ? ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വൈ ദ പേഷ്യന്റ് അഡ്മിറ്റഡ് അവരത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ വിശദീകരിച്ചിട്ടുണ്ടാവും. ആ ഒരു ഡോക്യുമെന്റില് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. വൈ ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്, ആ ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ എന്തിനാണ് അഡ്മിറ്റ് ചെയ്തത് അല്ലെ? അതുണ്ടാവും. And what has happened to them in hospital? ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയ സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് നമ്മൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ നടത്തി അല്ലെ, മുതലായ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്തു, മുതലായ എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആൻഡ് ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ നീഡ് ടു പിക്ക് അപ്പ് ദ കെയർ ഓഫ് ദാറ്റ് പേഷ്യന്റ് ക്വിക്ലി ആൻഡ് എഫക്റ്റീവ്ലി, എന്ന് വളരെ കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് അവർക്കൊരു കെയർ കൊടുക്കണം അല്ലെങ്കിൽ ഒരു പരിചരണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറിയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ 6 കമ്പോണൻസ് നോക്കാം. എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് 6 കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത്. നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവുന്ന 6 കമ്പോണൻസ്, 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ വേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് വൺ ആണ് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ അല്ലെ? എന്ത് കാര്യത്തിനാണെങ്കിൽ എന്ത് കൊണ്ടാണ് ആ ഒരു പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്, അഡ്മിറ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ റീസൺ ഉണ്ടാവും അല്ലെ? വെറുതെ ഒരാളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ ആ ഒരു കാരണം എന്താണ്, അതിനെക്കുറിച്ച് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അല്ലെ? അവരുടെ പേഷ്യൻസിന്റെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ മുതലായിട്ടുള്ള പ്രൈമറി ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. അതോടൊപ്പം തന്നെ പ്രസന്റിംഗ് കണ്ടീഷൻ, അതായത് ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ലേ? അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ, അതാണ് അവിടെ ആദ്യം പറയുന്നത് കേട്ടോ. അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആയിരിക്കും നമ്മൾ അവിടെ എഴുതുന്നത്. അഡ്മിറ്റ് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ്, ആ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കും. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസന്റ് ചെയ്ത സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു മുതലായ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, എന്താ സുപ്രധാനമായ കണ്ടെത്തലുകൾ. ഇപ്പൊ നമ്മൾ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് രണ്ടാമതായി രേഖപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മൂന്നാമത്തത് പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സും എന്തൊക്കെ ചികിത്സ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മൾ അവർക്ക് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്, അതാണ് മൂന്നാമതായിട്ട് വരുന്നത്.
ക്ലിയർ ആണല്ലോ? എന്തൊക്കെ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സും നമ്മൾ അവർ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ നമ്മൾ എന്തൊക്കെ കൊടുത്തു അത്രയും. പേഷ്യൻസിന്റെ ഡിസ്ചാർജിങ് കണ്ടീഷൻ. അപ്പൊ അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞ എന്താ, അവർ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നത് കൂടി അവിടെ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അവിടെ പേഷ്യൻസിന് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയും. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയാണ് എന്നും അതിൽ രേഖപ്പെടുത്തും. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ് ആസ് അപ്രോപ്രിയേറ്റ്. ഇനി പേഷ്യൻസിന്റെയോ അല്ലെങ്കിൽ അവർ ഫാമിലി പറയുന്ന നിർദ്ദേശങ്ങൾ ഉചിതമാണെങ്കിൽ അല്ലെങ്കിൽ അനുയോജ്യമാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം. അതായത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവർക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് താല്പര്യമുള്ളതായിട്ടുള്ളത് ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലപ്പോ പേഷ്യൻസിന് മുമ്പ് മറ്റെന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവർ പറഞ്ഞതാ എന്ന രീതിയിൽ എഴുതും കേട്ടോ. അപ്പൊ അവര് പറഞ്ഞതാണ്, അവരുടെ നിന്നൊരു ടീമിന് ഇൻഫർമേഷൻ അല്ലേ ഇത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അവർ ഇത്ര വർഷം മുതൽ ഇങ്ങനെയുള്ള, കാരണം ഇവിടെ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രധാനമായിട്ടും വരും അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളൊന്നും അവർ അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളില്ല. അതേസമയം ഈ പറയുന്ന പേഷ്യൻസിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ അവരുടെ ട്രീറ്റ്മെന്റ് മുമ്പ് ചിലപ്പോൾ ഒത്തിരി നാളായിട്ട് മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, അലർജി ഉള്ള ആളുകളുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവരിൽ നിന്ന് കിട്ടിയ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ളവയാണ് ഇൻഫർമേഷൻ എങ്കിൽ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തും. ക്ലിയർ ആണോ? മനസ്സിലായോ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് പറയുന്നത് അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ. ആരാണോ ഈ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്തത്, ഏത് ഡോക്ടർ അല്ലെങ്കിൽ ഏത് ഫിസിഷ്യൻ ആണോ ഈ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്തത്, അവരുടെ ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ ഒരു ഫിസിഷ്യന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒപ്പും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ആ ഒരു 6 കമ്പോണൻസും ആ ഡിസ്ചാർജ് സമ്മറി ഒന്ന് വേഗമായി ചോദിക്കും. ക്ലിയർ ആണോ? എല്ലാവരെയും കഴിഞ്ഞ വായിച്ച് ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഫോം ആണ് നോക്കുന്നത് കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട ഫോം അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് ജസ്റ്റ് ആ ഫോർമാറ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത ഫുള്ളും ആ ഒരു ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ നെയിമും കണ്ടോ, ലോഗോ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്നും ജസ്റ്റ് നമുക്ക് എന്തൊക്കെയോ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയതിന് വേണ്ടി ഒരു ഫോർമാറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അവിടെ ശരിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ നെയിം, ലോഗോ, അഡ്രസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാവും. ഡിസ്ചാർജ് സമ്മറി എന്നൊരു ഹെഡിങ് ഉണ്ടാവും. ഇനി അത് ഏതൊക്കെ ഫെസിലിറ്റികളിലാണ് ഡിസ്ചാർജ് സമ്മറി, ഏത് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, പേഷ്യൻസിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഏത് ദിവസമാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നാണ്, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എന്നാണ്. ഇനി ഡിസ്ചാർജ് ഡയഗ്നോസിസ്, എന്തൊക്കെ ഡയഗ്നോസിസ് ആണ് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമ്മളെ കുറെ കാര്യങ്ങൾ ആ പേഷ്യൻസിന് പാലിക്കേണ്ടതായിട്ടുള്ളതോ അത് കാര്യങ്ങൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു വെക്കും അല്ലെ. നമ്പർ അനുസരിച്ച് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ അഡ്മിറ്റ് ആയി ഒരു ദിവസം കൊണ്ട് അവരിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് തെറാപ്പി നമ്മൾ കൊടുത്തു, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്, ആ കൺസൾട്ടേഷൻ എങ്ങനെയായിരുന്നു, ദെൻ പേഷ്യൻസിന്റെ ഹിസ്റ്ററി, അവരുടെ ചരിത്രം എങ്ങനെയാണ്, അതുപോലെ ലാബുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ എങ്ങനെയാണ്, കണ്ടീഷൻ ഓൺ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ അവസ്ഥ, കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയാണ്, ദെൻ ഡിസ്പൊസിഷൻ, അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയാണ്, ദെൻ ഡിസ്ചാർജ്. ചിലപ്പോ ചില പേഷ്യൻസിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാം ഡിസ്ചാർജ് ചെയ്യുക അല്ലെ, മറ്റേതെങ്കിലും ഫെസിലിറ്റിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാറില്ലേ, നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോ ഇവിടെ നിന്ന് മറ്റൊരു പാലിയേറ്റീവിലേക്ക് മാറ്റാറുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കെയർ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന്
നോക്കാം. ഡയറ്റ് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് മുതലായ കാര്യങ്ങൾ, അവർ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്താണ്, അതുപോലെ DME എന്ന് പറഞ്ഞാൽ എന്താ, ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഹോം ഹെൽത്ത് സർവീസസ് എന്താ, അവര് ഗാർഹികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി അവര് വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, അതൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ ഉൾപ്പെടുത്തുക. ലാബ്, ചിലപ്പോൾ ലാബിൽ പോയി പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് ലാബിൽ പോയി ചെയ്തെങ്കിൽ ചിലവർക്ക് പറയും ഇപ്പൊ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുമ്പോ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട്, ഇപ്പൊ ഷുഗർ പേഷ്യൻസ്, BP ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്താണ് കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിന് പറയും 3 മാസം കൂടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ കാരണം അവർ ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ക്രിയാറ്റിൻ അതുപോലെ തന്നെ യൂറിക് ആസിഡ് മുതലായ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയുള്ള ലാബിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. ഫോളോ അപ്പ് ആണ് അടുത്തത് കേട്ടോ. അത് ഫോളോ അപ്പ് ആണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ദിവസവും കാര്യങ്ങളും കുറിച്ചിട്ടുണ്ടാവും. മെഡിസിൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിസിൻസ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കുറച്ച് മെഡിസിൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ഫോർമാറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ അല്ലേ, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് എന്താണ്, ഡൗട്ട് ഉണ്ടോ? DME എന്നാണ് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഓക്കെ ആണോ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് മിസ് 8th ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്, ഹോസ്പിറ്റൽ പ്ലാനിങ്. ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. 8th ചാപ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ, 6th ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതിലെ ഓരോ ഫോംസ് അല്ലെങ്കിൽ ഓരോ ഫോം എന്തുമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചാല് കിട്ടുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ചൊന്ന് പാരഗ്രാഫ് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് മാത്രം. അപ്പൊ നിങ്ങൾ ഫുൾ ബൈ ഹാർട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിൽ വരുന്ന മീനിങ്സ് ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ്, കാരണം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യം വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ.
സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓരോ ഇൻട്രൊഡക്ഷൻ ഭാഗമാണെങ്കിൽ അതിനുള്ളിൽ വരുന്ന മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള മീനിങ്സ് ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് ഷോർട്ട് ചെയ്ത് നിങ്ങളുടേതായ നോട്ട്സ് ഉണ്ടാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുകയോ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ഇത് നല്ലോണം വായിച്ച് ഒന്ന് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ആ ഒരു മീനിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിലും ഈ പറയുന്ന പോലെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കാം പറയുന്നത്. ഒരു പിക്ചർ നോക്കി എന്തൊക്കെയാണ് ആ ഒരു പിക്ചറിൽ കാണുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്. ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ വേണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്, നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നുണ്ട്, ബ്ലഡ് ബാങ്ക് കാണുന്നുണ്ട്, ICU, then കാഷ്വാലിറ്റി അല്ലെ, OPD ഏരിയ, ഫിസിയോതെറാപ്പി ഏരിയ, പാത്തോളജി ഏരിയ, then റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മുതലായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഓൾമോസ്റ്റ് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ലൊരു പ്ലാനിങ് ആവശ്യമുണ്ട് അല്ലെ. നല്ലൊരു ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ അവിടെ പ്രാവർത്തികമാക്കി വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന ഹോസ്പിറ്റലുകാര് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് ആ ഹോസ്പിറ്റൽസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ട് പ്ലാനിങ് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെയാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് നമ്മൾ പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ അപാകതകളാണ് നിലനിൽക്കുന്നത്, അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള അപര്യാപ്തതകൾ വന്നിരിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. അതിന് വേണ്ടിയാണ് ജനറൽ ആയിട്ടൊന്ന് ബ്രീഫ് ആയിട്ട് പറയുന്നത്. ശരിക്കും ഇതിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഹോസ്പിറ്റലുകൾ നമ്മൾ പല ഇതിലായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ റൂറൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്, റൂറൽ ഹോസ്പിറ്റലും ഒരു സിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ടൗണിലുള്ള അർബൻ ഹോസ്പിറ്റൽസ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ഇപ്പോഴും നിലവിൽ കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം. അവർ കൊടുക്കുന്ന സർവീസുകളിൽ വ്യത്യാസമില്ലേ, ഫെസിലിറ്റികളിൽ വ്യത്യാസമില്ലേ, ബെഡുകളിൽ വ്യത്യാസമില്ലേ, ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെ. മുൻപ് കാലങ്ങളിലെ അപേക്ഷിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അത് ഒരേ രീതിയിലായിട്ടുണ്ടോ, ഇല്ല. ഇപ്പോഴും വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് ഉണ്ടാവാനായിട്ടുള്ള കാര്യം നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്, അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസങ്ങള് അങ്ങനെയും ഇപ്പോഴും രണ്ടു ഭാഗത്തും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള റീസൺസുമാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. Okay, introduction ഭാഗത്ത് the picture regarding medical care services in developing countries including India can be described as chaotic. എന്ന് വെച്ചാൽ എന്താ, ഈ പറയുന്ന പിക്ചർ അതായത് ഹോസ്പിറ്റൽ പ്ലാനിങ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കണക്ട് ചെയ്ത് ഒരുപോലെ നമുക്ക് ഒരുപോലെ നല്ല ആസൂത്രണം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഹോസ്പിറ്റൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ എല്ലാ മെഡിക്കൽ സർവീസുകളും ഇതുമായി ബന്ധപ്പെട്ട ഈ പിക്ചർ എന്താണ് അതിൽ പറയുന്നത്, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് അതായത് ഇൻക്ലൂഡിങ് ഇന്ത്യ, എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഇന്ത്യയിലും ഇതുപോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് അതിൽ ഉൾപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ പറയുന്ന മെഡിക്കൽ കെയർ സർവീസുകളിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, ഡിസ്ക്രൈബ്ഡ് ആസ് ചയോട്ടിക് എന്ന് പറയുന്നത് എന്താണ്, അരാജകത്വം അല്ലെങ്കിൽ താറുമാറാവുക. ആ ഒരു വേർഡിന്റെ മീനിങ് ആണ് കേട്ടോ. എന്താണ്, കുഴപ്പം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു അരാജകത്വം അല്ലെങ്കിൽ ഒരു താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ഇടത്തും ഒരേപോലെ അല്ല അല്ലെ. ഇപ്പോഴും അവിടെയും പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വ്യത്യാസങ്ങള് അല്ലെങ്കിൽ വിവേചനങ്ങള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Then hospital beds are inadequate and the hospitals are located far away from the communities which need them, are most crowded in towns and cities and heavily biased in favor of urban population.
പോപ്പുലേഷൻ. എന്താണ് സെന്റൻസ് പറയുന്നത്? ഹോസ്പിറ്റൽ ബെഡുകളുടെ കാര്യം എങ്ങനെയാണ്? അപര്യാപ്തമാണ് അല്ലെ. ആവശ്യമുള്ള രീതിയിലുള്ള ഹോസ്പിറ്റൽ ബെഡ്സ് എല്ലാ ഹോസ്പിറ്റലുകളും, ഇപ്പൊ നമ്മുടെ റൂറൽ ഏരിയാസിലെ ഹോസ്പിറ്റലുകളുണ്ടോ? ഇല്ല. അതിലും അപര്യാപ്തത നമുക്ക് കാണാൻ പറ്റും. ഇനി ഹോസ്പിറ്റൽസ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റൽ കാണാൻ പറ്റുന്നത്? റൂറൽ ഏരിയാസിലാണോ അതോ ടൗൺസിലും സിറ്റീസിലുമാണോ? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ഇത്? ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് കാണുന്നത് എവിടെയാ? ടൗൺസ് ആൻഡ് സിറ്റീസിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതായത് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ ആ ഒരു സർവീസ് ആവശ്യമായി വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒത്തിരി ദൂരെയായിട്ട് അല്ലെ, വളരെ അകലെയായിട്ടാണ് ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലുകള് കാണപ്പെടുന്നത്. മോസ്റ്റ്ലി ക്രൗഡ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ എടുത്താൽ എത്ര ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാവും അല്ലെ? കൂടി ഒരു 3-4 ഹോസ്പിറ്റലുകൾ ഒരുമിച്ച് ഒരേ അധികം ഡിഫറൻസ് അധികം സ്ഥലം പരിമിതി ഇല്ലെങ്കിൽ പോലും അവിടെ ഉണ്ടാവും അല്ലെ. അതേസമയം അതിലും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങള് നമ്മുടെ നാട് റൂറൽ ഏരിയാസിലുണ്ട്. അതിലും കൂടുതൽ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ അല്ലെ. ആ കമ്മ്യൂണിറ്റികൾക്കും ഈ പറയുന്ന സർവീസുകൾ ആവശ്യമാണ്. എങ്കിൽ പോലും അവരെവിടേക്ക് വരേണ്ടതായിട്ട് വരും? ഒരു നല്ല ഫെസിലിറ്റി വേണമെങ്കിൽ ഈ പറയുന്ന ടൗണിലേക്കോ അല്ലെങ്കിൽ സിറ്റീസിലേക്കോ വരേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? heavily biased in coming in favor of urban population. അർബൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിലെ പോപ്പുലേഷനെ ഫേവർ ചെയ്തുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ആണ് ഒരു ബയാസ്ഡ് എന്ന് പറയുന്നത്. ഹെവിലി ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായ രീതിയിലുള്ളൊരു വിവേചനം അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാ പറയുന്നത് അല്ലെ. ശരിയല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോ എന്താ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ നല്ല സർവീസുകൾ കിട്ടേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ റൂറൽ ആയിട്ടുള്ള റീജിയണൽ ഹോസ്പിറ്റലുകളിൽ നിന്നാണ്. പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ആവശ്യമായ സർവീസുകൾ കിട്ടാറുണ്ടോ? ഇല്ല. അതിന് വേണമെങ്കിൽ നമ്മൾ എവിടെ പോവേണ്ടതായിട്ട് വരും? സിറ്റിയിൽ അല്ലെങ്കിൽ ടൗണുകളിൽ പോവേണ്ടതായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ ഫേവറിസം ചെയ്യുന്നത് ഏത് പോപ്പുലേഷൻ ആണ്? റൂറൽ പോപ്പുലേഷൻ ആണോ അർബൻ പോപ്പുലേഷൻ ആണോ? അർബൻ പോപ്പുലേഷനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേവറിസം ചെയ്യുന്ന രീതിയിലൊരു വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് പറയും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ആവറേജ് കണക്ക് കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അതായത് റേഷ്യോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇവിടെ പറയുന്നത് as a result, although the average national bed population ratio is less than 0.8 beds per 1,000 people, it is as high as 2.5 beds per 1,000 population in metropolitan centers like Delhi and Mumbai, and as low as 1 bed per 3,700 to 14,000 population in rural and tribal areas in India. ഇവിടെ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ആയിട്ടുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ആണ് പറയുന്നത്. അപ്പൊ ബെഡ് പോപ്പുലേഷൻ റേഷ്യോയില് ഒരു ആവറേജ് ലെവലിൽ നിന്നും താഴെയാണ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ആ ഒരു റേഷ്യോ നിങ്ങൾ എടുക്കണമെന്നില്ല. ആ ഒരു 1000 പോപ്പുലേഷൻ വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ഒരു 1000 പോപ്പുലേഷൻ ഒരു ആവറേജ് പോപ്പുലേഷൻ റേഷ്യോ ശരിക്കും 1.3 ബെഡ്സ് ഒക്കെ വേണമെന്നാണ്. ആ ഒരു 1.3 ഒന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അതിലും കുറവാണ് ശരിക്കും ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഒരു ആവറേജ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ എവിടെയാണ് കുറച്ച് കൂടുതലുള്ളത്? എവിടെയായിരിക്കും കുറച്ച് കൂടുതലുള്ളത്? മെട്രോപൊളിറ്റൻ സെന്റേഴ്സ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ പോലെയുള്ള മെട്രോപൊളിറ്റൻ ഏരിയാസില്, തലസ്ഥാനമായിട്ടുള്ള ഏരിയാസിലൊക്കെ കുറച്ചധികം ബെഡ് പോപ്പുലേഷൻ റേഷ്യോ കൂടിയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിൽ എങ്ങനെയാണ്? റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസില് 1 ബെഡ് ആണ് കേട്ടോ. 3,700 ആളുകൾക്ക് വേണ്ടി 1 ബെഡ് എന്ന് പറയുന്നത് അത്രയും താഴെയാണെന്നാണ്. അത്രയും കുറവുള്ള റേഷ്യോ ആണ് നമ്മുടെ ഇന്ത്യയില് ഇപ്പോഴും കണക്കിലെടുക്കുമ്പോൾ കിട്ടുന്നത്. 3,700 മുതൽ 14,000 പോപ്പുലേഷന് 1 ബെഡ് എന്ന നിരക്കിലാണ് ഇപ്പോഴും നമ്മുടെ റൂറൽ ആൻഡ്
ട്രൈബൽ ഏരിയാസിലെ ഹോസ്പിറ്റൽസിലെ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ആവറേജിനും കുറവാണ് എങ്കിൽ പോലും നമ്മുടെ മെട്രോപൊളിറ്റൻ സെന്റേഴ്സ് പോലെയുള്ള ഡൽഹി, മുംബൈയിലൊക്കെ അത് ഓൾമോസ്റ്റ് എന്താണ് കുറച്ച് കൂടുതലായിട്ട് മറ്റുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ്. അതേസമയം നമ്മുടെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിൽ നോക്കുമ്പോൾ വളരെ കുറവാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആ ഒരു കൃത്യമായിട്ടുള്ള മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Then where there is inadequate medical care in rural areas, there is also shortage of care in some places. ഇനി എന്താണ് പറയുന്നത്? നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു അപര്യാപ്തത അല്ലെ മെഡിക്കൽ കെയർ ഏത് ഏരിയയിലാണ്? റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലൊക്കെ അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നൽകുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണങ്ങളിൽ മതിയായ ഒരു മതിയായ പരിചരണമോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. ഒരു അപര്യാപ്തത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. And is also shortage of their care in some places. ഇനി എന്താ പറയുന്നത്? റൂറൽ ഏരിയാസിൽ ഇങ്ങനെയുള്ള മതിയായിട്ടുള്ള കെയറോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെയുള്ള കാര്യങ്ങള് മറ്റു കാര്യങ്ങളും ഇതേ രീതിയിലുള്ള ഒരു പകർപ്പ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കി ആ ഒരു പാരഗ്രാഫ്. ഒരു പോയിന്റ് കൂടി ഉണ്ട് അല്ലെ. Then specialist services are concentrated in urban centers. ഇപ്പൊ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാം? ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ, ഇപ്പൊ നമുക്കൊരു ഓപ്പറേഷനോ കാര്യങ്ങളോ നടത്തണം, ഒരു ചെറിയൊരു മൈനർ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എവിടെയാണ് പോവാറ്? നമ്മൾ എവിടെ പോകണം? നമ്മുടെ റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ എല്ലാ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അർബൻ സെന്ററുകളിലാണ് അല്ലെ, ഗ്രാമപ്രദേശങ്ങളിലല്ല. മറിച്ച് എങ്ങനെയാണ്? നഗരപ്രദേശങ്ങളിലെ ഹോസ്പിറ്റലുകളിലാണ് അല്ലെ. ആൻഡ് there is duplication of services in many others. ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ മറ്റു സേവനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. വേഗം ഒന്ന് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു നോക്കി മിസ് ഒന്നുകൂടി പറഞ്ഞു. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? അവിടെ ഒരു ആദ്യം പറഞ്ഞത് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ആണ് അല്ലെ. ആവറേജ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോയിൽ നിന്നും കുറവാണ് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ പോലും അത് ഒരു മെട്രോപൊളിറ്റൻ സെന്റേഴ്സ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ എടുക്കുമ്പോൾ അത് ആവറേജിൽ നിന്നും കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഏറ്റവും കുറവ് എവിടെയാണ് വരുന്നത്? റൂറൽ ഏരിയയിലെയും ട്രൈബൽ ഏരിയയിലെയും ഹോസ്പിറ്റലിലാണ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഏറ്റവും ലോ ആയിട്ട് കാണുന്നത്. അവിടെ 3700 മുതൽ 14,000 പോപ്പുലേഷന് വേണ്ടി ഒരു ബെഡ് എന്ന നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റൂറൽ ഏരിയാസിൽ കൊടുക്കുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണത്തിലും അപര്യാപ്തത നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും ഇതേപോലെയുള്ള സർവീസുകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഇതേ രീതിയിലുള്ള അപര്യാപ്തത കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ കേന്ദ്രീകരിച്ചത് എവിടെയാണ്? അർബൻ സെന്ററുകളിലാണ്. റൂറൽ ഏരിയയിലല്ല, അർബൻ സെന്ററുകളിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങള് അതേ സ്ഥാപനങ്ങളിൽ തന്നെ മറ്റു കാര്യങ്ങളും ഇതേ രീതിയിൽ സ്പെഷ്യൽ സർവീസുകൾ മാത്രമല്ല മറ്റെന്തിലും ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രിഫറൻസ് കൊടുക്കുന്നത് ഏത് രീതിയിലുള്ള കേന്ദ്രങ്ങൾക്ക് തന്നെയാണ്? അർബൻ സെന്ററുകളിലുള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത്. മനസ്സിലായോ? സെക്കൻഡ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് there are many reasons. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ആണ് ഇനി പറയുന്നത്. An absence of a realistic national health policy. ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു നല്ല നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ നാഷണൽ ദേശീയ ആരോഗ്യ നയത്തിന്റെ അഭാവമാവാം. ആൻഡ് ഹവസാഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്. എന്താണ് അടുത്തത് പറയുന്നത്? ഒരു ക്രമരഹിതമായിട്ടുള്ള നല്ല രീതിയിൽ ക്രമാനുഗതമായിട്ട് ചിട്ടയായതല്ലാത്ത ഒരു മെഡിക്കൽ കെയർ പ്ലാനിങ്, മെഡിക്കൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രണം ഇല്ലാത്തത് കൊണ്ടാവാം. ആൻഡ്
inadequate availability of funds for the health sector are among the main reasons. എന്താ ഒരു ആവശ്യമായിട്ടുള്ള എന്താണ് ഒരു അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ കൃത്യമായിട്ട് അവൈലബിൾ ആക്കി വരാത്തത് കൊണ്ടാവാം ഈ പറയുന്ന കാരണങ്ങൾ ഉണ്ടാകുന്നത്. ഈ 3 റീസൺസ് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്ന 3 റീസൺസ് എന്താണ്? ഒന്നാമത് ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയത്തിന്റെ അഭാവം മൂലമായിരിക്കും. നല്ലൊരു ആരോഗ്യ നയം കൊണ്ടുവരാത്തത് കൊണ്ടാവാം. അപ്പൊ ആ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അപര്യാപ്തത ഉള്ളത് കൊണ്ടാവാം. രണ്ടാമത് ഹബസാർഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്, ഒരു ക്രമരഹിതമായ ഒരു മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാവാം. മൂന്നാമത് inadequate availability of funds, മതിയായ ഫണ്ടുകളുടെ ലഭ്യത കുറവ് കൊണ്ടാവാം ഈ പറയുന്ന എന്താണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. 3 മെയിൻ റീസൺസ് ആണ് പറയുന്നത് കേട്ടോ. ഇത്രയും നമുക്ക് ഇന്ന് എടുത്ത് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ 3 ഭാഗങ്ങൾ ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.